ഹലോ ഗായ്സ്, വെൽക്കം ടു ബേത്തു ഡയറീസ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ കോളേജ് സ്കൂൾ മേക്കപ്പാണ്. അതായത് നോ മേക്കപ്പ് ലുക്ക് പോലെയാണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ കൺസീലറോ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് നമുക്ക് എങ്ങനെയാണ് മിനിമം ആയിട്ട് ഒരു ഡെയിലി ബേസിസിൽ നമുക്ക് മേക്കപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കോളേജിൽ പോകുന്ന കുട്ടികളാണ് അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം. അപ്പം നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാണ്ട് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതൊരു സ്പോൺസർഡ് വീഡിയോ അല്ല. ഇതിൽ പറയുന്ന പ്രൊഡക്ട്സ് എല്ലാം ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ്. ഇപ്പം എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോസ് ഒക്കെ കാണുന്നവരാണെങ്കിലും മനസ്സിലാവും, ഞാൻ ആദ്യം മുതൽ അവസാനം വരെ ഈ ഒരൊറ്റ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ പറയുന്ന പ്രൊഡക്ട്സ് ഒന്നും ആഡോ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പറയുന്നതല്ല. അപ്പം ഞാൻ ഇപ്പം എൻ്റെ മുഖം ഒരു ഫേസ് വാഷ് കൊണ്ട് കഴുകിയിട്ട് വന്നിട്ടാണുള്ളത്. വേറൊന്നും ഞാൻ എൻ്റെ മുഖത്തേക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് എന്ന് പറയുന്നത് സിമ്പിളിൻ്റെ ഈ ഒരു റീഫ്രഷിങ് ഫേസ് വാഷാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര മൈൽഡ് ആയിട്ടുള്ളൊരു ഫേസ് വാഷാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ മുഖത്തിന് അധികം ഡ്രൈ ആക്കൂല. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്. അത് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു സെപ്പറേറ്റ് മൈക്രോ ഫൈബറിൻ്റെ ടവൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ മുഖം മാത്രം തുടക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടവലാണ്. എൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൺസ്ക്രീൻ ആണ്. ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറില്ല. ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാത്തതിനുള്ള കാരണം എൻ്റെ ഓൾറെഡി ഒരു ഓയിലി ടു കോമ്പിനേഷൻ സ്കിന്നാണ്. അതുകൊണ്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീനും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് ആ ഒരു ഫീലിംഗ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അപ്പം ഞാൻ അടുത്തതായിട്ട് സൺസ്ക്രീൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീന് മിനിമലിസ്റ്റിൻ്റെ ലിക്വിഡ് ഫ്ലൂയിഡ് SPF 50 എന്ന് പറഞ്ഞൊരു സൺസ്ക്രീൻ ആണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീന്. ഞാനിതിപ്പോൾ കുറേ കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ആണിത്. ഇത് ഇപ്പം എൻ്റെ മുഖം ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തൊരു നാച്ചുറൽ ഗ്ലോ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ഗ്ലോ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ഞാൻ രാവിലെ അപ്ലൈ ചെയ്താൽ അങ്ങനെ റീ അപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാണ്ട് ആദ്യം തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, എന്നോട് കമൻറ്റ് ബോക്സിലൊക്കെ ഒത്തിരി പേര് ചോദിക്കലുണ്ട് ടാൻ റിമൂവൽ പാക്ക് ചെയ്യുമോ, ടാൻ പോവാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ടാൻ വന്നു കഴിഞ്ഞാൽ പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മളങ്ങനെ ചെറുങ്ങനെ കഷ്ടപ്പെട്ടാലൊന്നും ടാൻ അങ്ങനെ എനിക്ക് പേഴ്സണലി അങ്ങനെ ടാൻ പോവാറില്ല. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മസ്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാം. അപ്പം നമുക്കിത് കണ്ടോ, പെട്ടെന്ന് തന്നെ നമ്മളെ സ്കിന്നിലേക്ക് ഈ ഒരു സൺസ്ക്രീൻ അബ്സോർബ് ആയി പോകുന്നുണ്ട്. അങ്ങനെ വൈറ്റ് കാസ്റ്റ് ഒന്നും വെക്കുന്നില്ല. പെട്ടെന്നൊന്നും നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഇത് ബ്ലെൻഡായി പോകുന്നുണ്ട്. ആ ഒരു ഗ്ലോ ഉണ്ടോ? ഇപ്പം നമുക്കിപ്പോൾ കുറച്ച് ചിലപ്പോൾ ചിലവർക്ക് ഇത് കുറച്ചൊരു ഓവറായി തോന്നും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു പെർഫെക്റ്റ് എമൗണ്ട് ഓഫ് ഗ്ലോ നമ്മുടെ സ്കിന്നിൽ വന്നോളും. ഇപ്പോൾ ഒരു എണ്ണ തേച്ച പോലെ ഉണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒന്നും കൂടി അബ്സോർബ് ആയിട്ടാകുമ്പോൾ ആ ഒരു ഭയങ്കര എക്സസ് ആയിട്ടുള്ള ഗ്ലോ പോയിട്ട് ഒരു കറക്റ്റ് എമൗണ്ട് ഓഫ് ഗ്ലോ നമ്മളെ സ്കിന്നിൽ വരുത്തും. ഇത് നിങ്ങൾ കണ്ടോ? ഞാനിപ്പോൾ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഫേസ് വാഷ് ഇട്ടതിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മളെ മുഖത്ത് വന്ന വ്യത്യാസം നിങ്ങൾ കാണുന്നില്ലേ? അപ്പം ഇതാണ് എൻ്റെ മേക്കപ്പ് പൗച്ച്. ഇത്ര സാധനങ്ങളെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഇതിലുള്ള സാധനങ്ങൾ മൊത്തം ഞാൻ യൂസ് ചെയ്യാറുമില്ല. അപ്പം അടുത്ത് നമുക്ക് ലിപ് ബാം. അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാം. ഇത് വിഷ് കെയറിൻ്റെ സെറമേഡ് ലിപ് ബാമാണ്, ടിൻഡഡ് അല്ല. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പോലെ ഇതിൽ SPF 50 ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ലൈക്ക് സണ്ണിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും നമുക്ക് സൺ ടാൻ അടിച്ചിട്ട് നമുക്ക് വരുന്ന പിഗ്മെൻറ്റേഷനോ അങ്ങനെ ഡ്രൈ ലിപ്സോ ചാപ്ഡ് ലിപ്സിനൊക്കെ ഒരു ലിപ് ബാം വളരെ യൂസ്ഫുൾ ആണ്. ഇപ്പം നിങ്ങൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും ഒരു ലിപ് ബാം യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ലിപ്സിന് പിഗ്മെൻറ്റേഷനും വേറെ പ്രശ്നങ്ങളും വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ലിപ് ബാം വാങ്ങിക്കുക. അല്ല, ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാത്തവരാണെങ്കിലും നിങ്ങൾക്ക് ലിപ് ബാം എന്തായാലും യൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിൻഡഡ് ലിപ് ബാംസിനും പോവാം. നമുക്ക് ലിപ് ബാം യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ ലിപ് ബാമും യൂസ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അപ്ലൈ ചെയ്യുന്നതാണ്. ഞാൻ
കുറച്ച് ബ്ലഷ് അപ്ലൈ ചെയ്യും, വളരെ കുറച്ച് ബ്ലഷ് അപ്ലൈ ചെയ്യും. അത് ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൺസ്ക്രീൻ ഒന്ന് സ്കിന്നിലേക്ക് അബ്സോർവ് ആയി പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മളൊന്നും ബ്ലഷ് അപ്ലൈ ചെയ്താൽ അതൊന്നും കൂടി ബ്ലെൻഡായി നിൽക്കും. അപ്പം ഞാൻ ഇപ്പോൾ ബ്ലഷായിട്ട് യൂസ് ചെയ്യുന്ന പാക്കിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ആക്ച്വലി ഞാനിത് ഓൺലൈനിൽ വാങ്ങിയൊരു ലിപ്സ്റ്റിക്കായിരുന്നു, പക്ഷേ ഞാൻ വിചാരിച്ച പോലെ എൻ്റെ മുഖത്തേക്ക് അത് മാച്ച് ആവുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അത് ബ്ലഷ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതേപോലെ നിങ്ങൾ ഓൺലൈനിൽ ലിപ്സ്റ്റിക്സ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് അത് മാച്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കളയേണ്ട ആവശ്യമില്ല. പകരം നിങ്ങൾക്ക് ഇതുപോലെ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇപ്പം ഞാനിത് കാണിച്ചു തരാം. ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇത് തേച്ച് അപ്ലൈ ചെയ്താൽ അങ്ങനെ പെട്ടെന്നൊന്നും പോകില്ല. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. അത് കുറച്ച് ഒരു ഡോട്ട് യൂസ് ചെയ്താൽ മതി. ഇത് ഭയങ്കര പിഗ്മെൻറ്റഡും കൂടിയാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്ലൈ ചെയ്തിട്ട്. ശരിക്കും ബ്ലഷ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചീക്സിലൊക്കെ അപ്ലൈ ചെയ്യാം, പക്ഷേ എനിക്ക് ഈ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ ഈ ഭാഗം നമ്മൾ അപ്ലൈ ചെയ്തു, അതേപോലെ നമുക്ക് ഈ ഭാഗത്തും കൂടി അപ്ലൈ ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ബ്ലഷ് എടുത്തിട്ട് നമ്മളെ ഐ ഷാഡോ പാർട്ടിലും കൂടി അപ്ലൈ ചെയ്യാം. ഓവർ ആവണ്ട, ജസ്റ്റ് ഒരു ഓവറായും തോന്നുന്നു. അപ്ലൈ ചെയ്തു. ഇനി അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കയ്യിൽ ഇങ്ങനെ കുറച്ചുണ്ടാവും, നമുക്ക് ജസ്റ്റ് മൂക്കിലും പിന്നെ ഇവിടെയൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് ഐലൈനർ അപ്ലൈ ചെയ്യാം. ഐലൈനർ അപ്ലൈ ചെയ്യണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ഐലൈനർ യൂസ് ചെയ്തിട്ടെങ്കിലും മസ്കാര നിർബന്ധമായിട്ടും യൂസ് ചെയ്യാം. ഇപ്പോൾ ഐലൈനർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മസ്കാര നിർബന്ധമില്ല, പക്ഷെ ഉറങ്ങിയിട്ട് എണീക്കുന്നവരാണെങ്കിൽ മസ്കാരൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് വിടർന്ന് നിന്നോളും. അപ്പോൾ കുറച്ച് ജീവൻ വെച്ച പോലെ ഉണ്ടാവും. അപ്പോൾ അതാണല്ലോ നമ്മളെ മെയിൻ ഉദ്ദേശം. അപ്പോൾ നമുക്ക് അടുത്തത് ഐലൈനർ എഴുതാം. ഐലൈനറായിട്ട് യൂസ് ചെയ്യുന്ന ലാക്മേൻ്റെ ഈ ഒരു വാട്ടർ പ്രൂഫ് ഐലൈനറാണ്. ഇത് യൂസ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, വേറെ ഐലൈനറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മുഖം കഴുകുമ്പോൾ ഒന്നാകെ കരിയൊക്കെ ആവും, ഭയങ്കര കോളാവും. പകരം ഈ ലാക്മേൻ്റെ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ നമ്മൾ മുഖത്ത് ഫുള്ള് കരിയാവില്ല. പകരം ഇത് ഇളകിയാണ് പോവാറ്. അപ്പോൾ നമുക്കത് എടുത്ത് ഇങ്ങനെ കളഞ്ഞാൽ മാത്രം മതി. കുറേ കൊല്ലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഐലൈനർ ഇതാണ്. ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ ഐലൈനറാണ് ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണ്ണെഴുതാം. കണ്ണ് നമുക്ക് വാല് വരച്ചിട്ട് എഴുതാം. നമുക്ക് ആദ്യം വാല് വരക്കാം. കണ്ണാടി നോക്കിയിട്ടല്ല, ഫോൺ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എത്രത്തോളം ശരിയാവുന്നുള്ളത് ശരിയാവുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് കണ്ണാടി നോക്കിയിട്ട് എഴുതിയിട്ട് വരാം. ഓക്കെ, അല്ലെങ്കിൽ കണ്ണാടി എടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ എൻ്റെ കണ്ണാടി എടുത്തിട്ട് വന്നു. ഇത് ഞാൻ മീസോന്ന് വാങ്ങിയൊരു കണ്ണാടിയാണ്. ഏകദേശം 3 കൊല്ലമായി. നമുക്ക് ഐലൈനർ അപ്ലൈ ചെയ്യാം. ഐലൈനറൊക്കെ അവരവരെ കണ്ണിനനുസരിച്ച് എഴുതുന്ന രീതിയൊക്കെ മാറും. ചിലവർക്ക് വാല് വരച്ചാൽ ശരിയാവില്ല, ചിലവർക്ക് ഭയങ്കര തിന്നായിട്ടായിരിക്കും വരക്കേണ്ടത്, ചിലവർക്ക് ഭയങ്കര കട്ടിയിൽ വരച്ചാൽ മാത്രമേ ഒരു ശരിയാവൂ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വരച്ച് നോക്കിയിട്ട് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കണ്ണെഴുതുന്നു. നമ്മൾ കണ്ണെഴുതി ശരിയായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ണെഴുതി നമുക്കിനി മസ്കാര അപ്ലൈ ചെയ്യാം. മസ്കാര കാലിയായി ഗൈസ്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ തേച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല, അപ്ലൈ ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് മസ്കാര സ്കിപ്പ് ചെയ്യാം. അപ്പം അടുത്തത് നമ്മളെ കണ്ണൊക്കെ ആയി. ഐബ്രോ വരച്ചു കൊടുക്കാൻ ഇഷ്ടമുള്ളവരാണ്, അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഐബ്രോ വരച്ചു കൊടുത്തോളൂ. ഇതാണ് ശരിക്കും പറഞ്ഞൊരു മെയിൻ താരം. ഇത് ലിപ് ലൈനറാണ്. ഇതിന് 69 രൂപയേ ഉള്ളൂ. ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെ ലിപ് ലൈനറാണ്. ഇതാണ് ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നത്. എനിക്ക് വേറെ ബ്രാൻഡിൻ്റെയും ട്രൈ ചെയ്യണം എന്നുണ്ട്. ലിപ് ലൈനറിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ ഫുൾ ലിപ്സ് ഇത് വെച്ച് തന്നെ ഫിൽ ചെയ്യാൻ പറ്റും. ബ്ലഷ് ആയിട്ട് നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ അപ്ലൈ ചെയ്താൽ കണ്ടോ. അപ്പോൾ നമുക്ക് ലിപ്പ് ലൈൻ ചെയ്യാം. സ്കൂളിൽ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് പകരം ലിപ്പ് ലൈനർ യൂസ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഓഫീസിൽ പോകുമ്പോഴാണെങ്കിൽ അധിക ദിവസങ്ങളിലും
ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാണ്ട് വെറും ലിപ് ലൈനർ മാത്രം യൂസ് ചെയ്തിട്ടാണ് പോവല്. അപ്പോൾ നമുക്ക് ലിപ്പ് ലൈൻ ചെയ്യാം. ലിപ്പ് ലൈൻ ചെയ്യാൻ ശരിക്കും ഭയങ്കര ഈസിയാണ്. ആ ഒരു ഓൾറെഡി നമ്മൾ ആ ഒരു ലൈനില്ലേ, ആ ലൈനിൻ്റെ മുകളിലേക്ക് വരച്ചാൽ മതി. പിന്നെ എക്സസൈസ് പുറത്തേക്ക് വന്നാൽ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ മായ്ച്ച് കളഞ്ഞാൽ മതി. ഇതങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഭയങ്കര എക്സ്പേർട്ട് ആവണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. നമ്മൾ ആ ഫ്ലോയിൽ ചെയ്ത് പോകുമ്പോൾ എക്സ്പേർട്ട് ആയിക്കോളും. അടുത്ത നമുക്ക് പൊട്ട് വെക്കാം. ഈ ലുക്കിന് പൊട്ട് ചേരൂല, എന്നാലും പൊട്ട് വെച്ചാലേ ഒരു സമാധാനമാവും. പൊട്ട് വെക്കാം. പൊട്ട് വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം, ബോഡി സൺസ്ക്രീൻ. ഇത് അടിപൊളി സാധനമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും പ്രൊമോഷന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല. ഇപ്പം നമുക്ക് കൈക്കൊക്കെ ഈ ഭാഗത്തേക്കൊക്കെ നമുക്ക് ബോഡി സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ടാന് വന്നിട്ട് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. വന്നു കഴിഞ്ഞിട്ട് കളയാമെന്നുള്ളത്. അപ്പം അതിനു മുമ്പ് നമ്മൾ വരാണ്ട് നിൽക്കാനുള്ള വഴികളാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ബോഡി സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് വിഷ് കെയറിൻ്റെ ഈ സൺസ്ക്രീൻ ബോഡി ലോഷനാണ്. കുറച്ചായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ, പക്ഷേ അത്യാവശ്യം നല്ല വ്യത്യാസം കാണുന്നുണ്ട്. കുറച്ച് അപ്ലൈ ചെയ്യാം. ഇവിടെ അപ്ലൈ ചെയ്യാം. നല്ലൊരു ചെറിയ സ്മെല്ലും ഉണ്ട്, ലൈക്ക് നല്ല സ്മെൽ. പിന്നെ നമ്മുടെ കഴുത്തിൽ കൂടി റെഡിയായി. ലാസ്റ്റ് നമുക്ക് സ്പ്രേയും കൂടി അടിക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന പ്ലമ്മിൻ്റെ ഈ ഒരു ബോഡി മിസ്റ്റാണ്. എനിക്ക് പെർഫ്യൂമിനെക്കാളും കുറച്ചും കൂടി ഇഷ്ടം ബോഡി മിസ്റ്റാണ്. നല്ലൊരു ഓറഞ്ചിൻ്റെ സ്മെല്ല്. ഇവർ തന്നെ ഹുവായൻ റൂംബ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്ലേവറും കൂടി ഉണ്ട്. അതും ഭയങ്കര അടിപൊളിയാണ്. ബീച്ച് വൈബൊക്കെ. ഇപ്പം മുടി തലേദിവസം ഷാമ്പു ഇട്ടവരാണെന്നുണ്ടെങ്കിൽ മുടി ഭയങ്കര പാറിക്കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ലോറിയലിൻ്റെ സെറം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ലോറിയലിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെറം ഓയിൽ കൈൻഡ് ഓഫ് തിങ് ആണ്. ഇത് ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 2 കൊല്ലമാവാനായി. ഇപ്പോഴും ഇതിൽ ഹാഫ് ബോട്ടിൽ ബാക്കിയുണ്ട്. ഇതിന് ആക്ച്വലി 650 റുപ്പീസ് ഉണ്ട്. പക്ഷേ 650 റുപ്പീസിന് ഇത് ഭയങ്കര വേർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് 3 കൊല്ലം യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ആ പൈസക്ക് ഇത് ഭയങ്കര വേർത്തായിട്ടാണ് തോന്നുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരൊറ്റ ഡ്രോപ്പ് കയ്യിലെടുക്കാം. എന്നിട്ട് കയ്യിലെടുത്തതിന് ശേഷം ഇത് നല്ലപോലെ പിന്നെ മുടി ഇളക്കിയിട്ടാൽ ചൂടെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ റബ്ബർ ബാൻഡ് കൊണ്ടുപോയിട്ട് മുടി ഇതേപോലെ കെട്ടി വെക്കാവുന്നതുമാണ്. അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പം ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ളത് വിശ്വസിക്കുന്നു. അപ്പം ഇഷ്ടമായാൽ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.